ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പട്ടാമ്പിക്കടുത്തുള്ള രായിരനെല്ലൂർ എന്നോണ ക്ഷേത്രത്താണ്. രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അതിനടുത്തായിട്ട് ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ ഈ ചരിത്രം ഉറങ്ങുന്നൊരു സ്ഥലമാണിത്. അതെ, നാറാണത്ത് ഭ്രാന്തനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചരിത്രങ്ങളും കഥകളൊക്കെ ഉള്ള സ്ഥലമാണത്. അപ്പം ഇതിൻ്റെ ഈ മലയുടെ മുകളിലായിട്ടാണ് നാറാണത്ത് ഭ്രാന്തൻ പണ്ട് ഈ കല്ലൊക്കെ ഉരുട്ടി കയറ്റി അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് വിട്ടുവിടുന്ന ആ സ്ഥലം ഇതാണ്. ആ പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയായിട്ട് നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു പ്രതിമയുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം അങ്ങോട്ട് പോകാൻ. ഏകദേശം 400-ന് മേളിലെ സ്റ്റെപ്പുകളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മലകയറ്റം തുടങ്ങാം. അപ്പോൾ ഇവിടെ നിന്നാണ് ആ സ്റ്റെപ്പ് കയറ്റം തുടങ്ങുന്നത്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. നല്ല കയറ്റത്തിൽ കയറി പോവാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 6 തൊട്ട് 8 മണി വരെ പൂജ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാതെ കയറി പോവാം. പക്ഷേ 8 മണിക്ക് ശേഷം ഇവരുടെ ഓഫീസിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് വേണം കയറി പോകാൻ. 5 മണിക്ക് ശേഷം കയറ്റി വിടത്തില്ല. 6 മണിക്ക് മുമ്പേ തിരിച്ച് മല ഇറങ്ങാൻ വേണം. പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ മലകയറ്റം തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പുകൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. നല്ല കയറ്റമുണ്ട്. നല്ല ആ സ്റ്റീപ്പ് നമുക്കറിയാം, നല്ല കയറ്റമുണ്ട്. പിന്നെ ഈ ഡിസംബറിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, നല്ല മഞ്ഞും ഉണ്ട്. നമ്മൾ വരുന്ന വഴിയൊക്കെ വയലിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. ഞങ്ങളപ്പോൾ കുറേ ദൂരം കയറി വന്നു. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്, നല്ല കുത്തനെയുള്ള കയറ്റി വരുന്നത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ തളർന്നു. കുഞ്ഞെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരാൾ ചത്തിക്കാണ്. ഒരു 50 പടി എന്തോ ആയെന്ന് തോന്നുമല്ലേ? ഇനിയും കിടപ്പുണ്ട് 350 പടി. അപ്പോൾ തന്നെ തളർന്നില്ല. ഞാൻ തളർന്നില്ല, നീ തളർന്നു. ഭയങ്കര സ്റ്റീപ്പായോണ്ടാ. കുഞ്ഞിതാ കുറച്ച് ദൂരം നടന്ന് കയറി തളർന്ന് വിളിരിപ്പുണ്ട്. കയറണ്ടേ ബാക്കി കൂടി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ മഞ്ഞും മൂടി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യൂ ഒന്നും നല്ല ക്ലിയർ അല്ല. ഇന്നലെ കൊള്ളാം. ഒരു രക്ഷയില്ലാത്ത മലയായിട്ടുള്ളത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഈ പടികളെല്ലാം നല്ല 90 ഡിഗ്രി അല്ല, ഒരു 80 ഡിഗ്രി എങ്കിലും ആയിരിക്കും ഇരിക്കുന്നത്. അത്രയും നല്ല ചെങ്കുത്തായ കയറ്റമാണിത്. തളർന്നു. ഇതിന് സൈഡിലായിട്ട് വേറൊരു പാത്തൊക്കെ കാണുന്നുണ്ട്. സ്റ്റെപ്പൊന്നും ഇല്ലാത്ത ഒരു പാത്തൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് കയറി വരുന്ന വഴിക്ക് നമുക്ക് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ വയലിൻ്റെയൊക്കെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ആ വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട്. അതും ആ വയലിൽ മഞ്ഞ് മൂടി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു തിരിച്ചു പോണോ? തിരിച്ചു പോണോ? മതിയായോ? അതെ, ഇവിടെ ആയിട്ട് ഈ 12/9/2012 താഴെയൊക്കെ 2008-2009 ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. എന്താ വിളിച്ചിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നേരെയുള്ള ഈ പടികൾ കഴിഞ്ഞതിന് ശേഷം കല്ലുകൾ കൊണ്ടുള്ള പടികൾ, അതെ കല്ലുകൊണ്ടുള്ള പടികളാണ് ഇനി ഇങ്ങോട്ട് കാണുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ മഞ്ഞിറങ്ങി കിടപ്പുണ്ട്. ഇത്രയും നേരം ഇവിടെ നമുക്ക് നമ്മുടെ അടുത്തായിട്ട് മഞ്ഞ് കാണുന്നില്ല. മുകളിൽ നല്ല മഞ്ഞ് പറക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ എത്തിയെന്ന് തോന്നുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം പടി കഴിഞ്ഞിട്ട് അപ്പുറത്തായിട്ട് വലിയൊരു ആൽമരം കാണുന്നുണ്ട്. താഴെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ബോർഡും അവിടെ ഉണ്ട്. ആ ക്ഷേത്രം കാണുന്നുണ്ട്. ഇപ്പോൾ നല്ല മഞ്ഞിറങ്ങി കിടക്കുകയാണ് ഇവിടെ. മലയുടെ ഏറ്റവും മുകളിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ
മഞ്ഞിറങ്ങി കിടപ്പുണ്ട്. നമ്മൾ സമയത്തായി രാവിലെ 7:15. ആ നല്ല ഭംഗിയുണ്ടല്ലേ. രാവിലെ 7:15 ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങി കിടപ്പുണ്ട്. ഡിസംബർ മാസം കൂടെ അല്ലേ. അപ്പോൾ ആ ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ആൽമരത്തിൻ്റെ പുറകിലായിട്ടാണ് ആ ക്ഷേത്രം വരുന്നത്. അതിനുശേഷം നമ്മൾ നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ ഇരിക്കുന്നത് അവിടെയായിട്ടാണ്. ക്ഷേത്രത്തിൻ്റെ വലതുവശത്തോട്ട് ഒരു 100 മീറ്റർ നടക്കാണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് വെച്ചാൽ പണ്ട് നാരായണത്ത് ഭ്രാന്തൻ ഇവിടെ നിന്ന് ഈ മല മൊത്തം കല്ലുരുട്ടി കയറ്റും. നമ്മളിപ്പോൾ നടന്ന് കയറാൻ ഇത്രയും പാട് കേട്ടോ. അപ്പോൾ കല്ലുരുട്ടി കയറ്റുന്നൊന്ന് ആലോചിച്ചാൽ അത്രയും ദൂരം കല്ലുരുട്ടി കയറ്റിയിട്ട് അതിനെ താഴോട്ട് വീണ്ടും ഉരുട്ടി വിട്ടിട്ട് കൈകൊണ്ട് ചിരിക്കും. അങ്ങനെയാണ് സ്റ്റോറി. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ നല്ല അതികഠിനമാണ്. പക്ഷെ അതെല്ലാം നശിപ്പിക്കാനായിട്ട് ഒറ്റ നിമിഷം മതി. അതാണ് ലൈഫിനെ സിംബിളൈസ് ചെയ്യുന്നത്. അതായത് ലൈഫിൽ നമ്മൾ നല്ല പേര് ഏൺ ചെയ്തെടുക്കണമെങ്കിലും അല്ല ഏൺ ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര ടഫാണ്. പക്ഷെ ഇതൊക്കെ മൊമെന്ററി ആയിട്ട് പെട്ടെന്ന് തന്നെ ലൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത് മാത്രമല്ല ഇവിടുന്ന് നാരായണത്ത് ഭ്രാന്തന്റെ ദുർഗാദേവിയുടെ ഒരു ദർശനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതെ, അങ്ങനെ ഒരു ദർശനം കിട്ടിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇവിടെ തുലാമാസത്തിൽ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആ സമയത്താണ് ഇവിടുത്തെ ഒരു ഉത്സവം അങ്ങനെ നടക്കുന്നത്. അവിടെ ആ സമയത്താകുമ്പോൾ ഇവിടെ മലകയറ്റമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മലകയറ്റമാണ് ഇവിടുത്തെ പ്രധാന ഒരു ഉത്സവം പോലത്തെ. അപ്പോൾ ഈ മലയുടെ ചരിവിലായിട്ടാണ് ഈ പ്രതിമയുള്ളത്. അത്യാവശ്യം നല്ല ഉയരമുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് ഒരു ലിഖിതം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശില്പിയുടെ പേരും ഒക്കെ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 1995 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. 95 ഒക്ടോബറിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളതെന്ന് ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. എന്ത് പ്രതിമയുള്ള നാരായണത്ത് ഭ്രാന്തനും പിന്നെ നാരായണത്ത് ഭ്രാന്തൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കല്ലും വെച്ചിട്ടുണ്ട്. കാലിൻ്റെ രൂപത്തിലുള്ള ഈ ശാമ്പ്രാണി തിരിയൊക്കെ പോയിക്കാനുള്ള സാധനം വെച്ചിട്ടുള്ള കാലിൻ്റെ രൂപത്തിലുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നല്ലൊരു അനുഭവമായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നല്ലൊരു മല ഇറങ്ങാനുണ്ട്. ഇറങ്ങാൻ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഇവിടെ താഴെയായിട്ട് ആ വയലിൻ്റെയൊക്കെ വ്യൂ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നല്ല ക്ലിയർ അല്ല, എന്നാലും ചെറിയൊരു ഹെയ്സ് ഉണ്ട്, എന്നാലും നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണപ്പെടുമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടി. അതെ, ഇപ്പൊ നല്ല ക്ലിയർ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ വയലിന്റെ ശ്രദ്ധിച്ചോ, ഫുള്ള് നല്ല ഡാർക്ക് ഗ്രീൻ. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് മാത്രം ബ്രൈറ്റ് ഗ്രീൻ ആ വയല്, ആ നെൽപ്പാടങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്.